ഹായ് ഡിയേഴ്സ്, ഞാൻ മുബഷിറ ഫാറൂഖ്. ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ ട്രെൻഡിങ് ഇലച്ചെടികളാണെങ്കിലും പൂച്ചെടികൾ നമുക്ക് ഗാർഡനിൽ നിന്ന് അങ്ങ് മാറ്റി നിർത്താനാവില്ല. പൂത്തുമ്പികളും ചിത്രശലഭങ്ങളും നമ്മളെ പൂന്തോട്ടത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ഗാർഡനിൽ നിറയെ പൂക്കളുണ്ടായിരിക്കണം. ഗാർഡനിൽ ഇഷ്ടം പോലെ പൂക്കൾ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റിനെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഗാർഡൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് സംശയങ്ങളും ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഫ്ലവറിങ് പ്ലാന്റ് ടൊറേനിയ ഫ്ലവറാണ്. കാക്കപ്പൂവ് എന്നറിയപ്പെടുന്ന ഈ വയലറ്റ് കളറിൽ പൂ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ്, ഇതാണ് ടൊറേനിയ ഫ്ലവർ. ഈ ഒരു പ്ലാന്റിൽ ഇഷ്ടം പോലെ പൂക്കൾ, നമുക്ക് ഡെയിലി നിറഞ്ഞ പൂക്കൾ നിൽക്കുന്ന നല്ലൊരു പ്ലാന്റാണിത്. പിന്നെ നമുക്കിതിനെ ഇതുപോലെ ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്യാനും ബോർഡർ ചെയ്തിട്ട് വെക്കാനും പോട്ടിൽ ഹാങ് ചെയ്ത് വെക്കാനും, അതല്ലെങ്കിൽ നോർമലി നമ്മുടെ ചെടിച്ചട്ടികളിലൊക്കെ ഒന്നിച്ച് വെക്കാനും, നിലത്ത് റൗണ്ട് ചെയ്തിട്ടൊക്കെ ഷേപ്പ് ചെയ്തിട്ട് നിരത്തി വെക്കാനും ഒക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫ്ലവറിങ് പ്ലാന്റാണ് ഈ ടൊറേനിയ. ഈ ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഏകദേശം 1.5 മാസം കഴിഞ്ഞ് കാണും ഈ ഒരു ലാൻഡ്സ്കേപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ട്. ഇത്രയും ഭംഗിയായിട്ട് തന്നെ ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇഷ്ടംപോലെ പൂക്കളും ഡെയിലി ഉണ്ടാവും. അപ്പോൾ നല്ലൊരു ഭംഗിയാണത് കാണാൻ. അപ്പോൾ ഈ ഒരു സെറ്റിംഗ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കാണാത്തവർ നമ്മുടെ വീഡിയോക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിന് താഴെ ഞാനതിൻ്റെ ലിങ്ക് കൊടുക്കാം. ലിങ്ക് യൂസ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് കാണാം. പിന്നെ അപ്പോൾ ടൊറേനിയ നമുക്ക് പ്രത്യേകിച്ച് ഒരു കെയർ ഒന്നും ആവശ്യമില്ല ഈ ഒരു ഫ്ലവറിന്. ഇതിനെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇത് കണ്ടോ, ഇതിങ്ങനെ ഒന്നിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒരു 2 കമ്പ് മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് ചെയ്തെടുത്തിട്ടുള്ളത്. 2 കമ്പ് ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ചിട്ട് ഇത് ഇത്രയും ആയിട്ടുണ്ട്, ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഇത്. കാരണം പെട്ടെന്ന് ഇതിൻ്റെ ഗ്രോത്ത് വളരെ പെട്ടെന്ന് സാധിക്കും. പിന്നെ നന്നായിട്ട് നനച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിന് പ്രത്യേകിച്ച് ഒരു ഫെർട്ടിലൈസറിൻ്റെ ആവശ്യമില്ല. ഞാനിത് വെച്ചിട്ട് ഇതിന് ഒന്നും തന്നെ ഒരു ഫെർട്ടിലൈസറും കൊടുത്തിട്ടില്ല. മണ്ണ് നല്ല ഇളക്കി മറിച്ച മണ്ണായിരുന്നു എന്ന് മാത്രം, വേറെ ഒന്നും അതിൽ ചെയ്തിട്ടില്ല. പെട്ടെന്ന് ഇപ്പോൾ ഈ ഒരു കമ്പ് വെച്ചിട്ട് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ളൂ. ആ ഒരു ചെറിയൊരു പീസ് അവിടെ വെച്ചിട്ട് അപ്പോഴേക്കിനും അത് അത്രയും പടർന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ബുഷിയാക്കി നിർത്തിയെടുക്കാൻ, നല്ല ഫ്ലവറിങ് ആക്കിയിട്ട് നിർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണിത്. ഇത് കണ്ടോ, ഇത് നമ്മൾ ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇതിനെ കീപ്പ് ചെയ്ത് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റൗണ്ട് ഷേപ്പ് ഇതിന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കമ്പി വെച്ചിട്ട് ഇതിനെ ചുറ്റി കെട്ടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് റൗണ്ടിലുള്ള എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട്, ബലത്തിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് ഇതിനെങ്ങനെ കെട്ടി നിർത്താം. ചെറിയ റൗണ്ടിലാണ് നമുക്ക് ചെയ്യുന്നെങ്കിൽ ടയറിൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിൽ നമ്മൾ മണ്ണ് ഒരുക്കിയിട്ട് അതിൽ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇത് കുറച്ചുകൂടെ വലുപ്പത്തിലാണ് ഈ ഒരു റൗണ്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു കമ്പി വെച്ചിട്ടാണ് ഞാനിതിനെ ഈ റൗണ്ട് കീപ്പ് ചെയ്ത് നിർത്തൽ. അപ്പോൾ ഇത് ഇടയ്ക്ക് നമ്മളൊരാഴ്ചയിലൊക്കെ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് തട്ടി കൊടുത്ത് കയറ്റിയാൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റൗണ്ട് വീണ്ടും അതേപോലെ നിൽക്കും. കാരണം അത് നമ്മൾ അങ്ങനെ ചെയ്തില്ല എങ്കിൽ പുതിയ കമ്പുകൾ നീണ്ട് വളർന്നിട്ട് അത് ആ ഒരു കമ്പിക്ക് പുറത്തേക്ക് വരും. അപ്പോൾ അതിൻ്റെ റൗണ്ട് ഷേപ്പ് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് തട്ടി കൊടുക്കുക സൈഡ്. അപ്പോൾ ആ ഒരു റൗണ്ട് ഷേപ്പ് എന്നും നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിൽ എക്സ്ട്രാ വരുന്നതൊക്കെ ഇതുപോലെ നമുക്ക് ട്രിം ചെയ്തെടുക്കാം. പുതിയ തൈകളാക്കിയിട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് പുതിയ തൈ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ അറ്റം മുറിച്ചെടുത്താൽ മതി. ഇതിന് ചെറിയ കഷ്ണങ്ങൾ മുറിച്ചെടുത്താൽ മതി. ഇത് തൈ വേണം എന്നൊന്നുമില്ല. കമ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് ടൊറേനിയ പ്ലാന്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഒരു വെർട്ടിക്കൽ പോട്ടിൽ ജസ്റ്റ് 2 കമ്പ് വെച്ച് പിടിപ്പിച്ചതായിരുന്നു. ഇതൊരു മരത്തിൽ നമ്മൾ കെട്ടി വെച്ചതാണ്. ഇവിടെ ഒരു മുരിങ്ങൻ്റെ മരം ഉണ്ടായിരുന്നു. ആ മരത്തിൽ നമ്മൾ കമ്പ് വെച്ചിട്ട് ഈ വെർട്ടിക്കൽ പോട്ട് കെട്ടി വെച്ചതാണ് അവിടെ. അപ്പോൾ അതിലും കുഴപ്പമില്ല, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ആ ഒരു പ്ലാന്റും ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ വെർട്ടിക്കൽ പോട്ടിലും ഹാങ്ങിങ് പോട്ടിലും ഒക്കെ നമുക്കിതിനെ സെറ്റ് ചെയ്തിടാൻ പറ്റും. ഹാങ്ങിങ് പോട്ടിൽ ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് അതിൽ ഫ്ലവർ വന്ന് നിൽക്കുന്നത് കാണാനും നല്ല ഭംഗിയായിരിക്കും.
ഇനി നമുക്കിത് എങ്ങനെയാണ് തൈ പിടിപ്പിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു പോട്ടിൽ നമ്മൾ മണ്ണും കോക്കോ പിറ്റും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ഇത് നമ്മൾ ട്രിം ചെയ്തെടുത്തിരിക്കുന്ന ആ ഒരു കമ്പുകൾ നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുക. ചെറിയ അറ്റം മുറിച്ചെടുത്താൽ മതി, അതിൻ്റെ വേര് കൂടെ വേണം ഒന്നൊന്നുമില്ല, അത് വേര് പിടിച്ചു വരും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുത്തത് അതിലിങ്ങനെ വെച്ച് കൊടുത്ത് കുറച്ച് ഒന്നിച്ച് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ അത് ഒന്നിച്ച് കൂട്ടത്തോടെ വരുന്നത് കാണാനായിരിക്കും ഏറ്റവും ഭംഗി. പെട്ടെന്ന് തന്നെ നമ്മുടെ പോട്ട് നിറഞ്ഞു കിട്ടാൻ ഇങ്ങനെ ഒന്നിച്ച് കമ്പുകൾ വെക്കുന്നതുകൊണ്ട് ഉപകരിക്കും. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിൻ്റെ സൈഡൊക്കെ മണ്ണൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനെ 2 നേരം ഇപ്പോൾ വെച്ച് ഉടനെ നമ്മളൊരു 3 നേരമൊക്കെ നനച്ചു കൊടുക്കുക, ചെറുതായിട്ട് നനച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ ഇത് വേര് പിടിച്ചിട്ട് വരും. ഈ ഒരു പോട്ട് ഞാൻ 4 ദിവസം മുന്നേ സെറ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ ഇത് നോക്കുക, നമുക്ക് ഇത് വേര് പിടിച്ചിട്ടുണ്ടോ എന്ന് കണ്ടോ. 4 ദിവസം ആയിട്ടുള്ളൂ, അപ്പോഴേക്കിനും ഏകദേശം ഇത്രയൊക്കെ വേര് വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നുണ്ട് ഈ ഒരു ടൊറേനിയ പ്ലാന്റ് വേര് പിടിക്കാനൊക്കെ. അപ്പോൾ ഇത് നമ്മൾ കമ്പ് വെച്ചതാണ്, ആ കമ്പിലാണ് വേര് പിടിച്ചിട്ടുള്ളത്. ചിലർ പറയുണ്ടായിരുന്നു ഇത് തൈ അല്ലേ വേര് പിടിക്കുള്ളൂ എന്നുള്ളത്. പക്ഷേ കമ്പ് വെച്ചാൽ നമുക്ക് ടൊറേനിയ പ്ലാന്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ കമ്പ് പിടിപ്പിച്ചിട്ട് ഒരു 3 ദിവസമെങ്കിലും നമ്മളതിനെ ഷെയ്ഡിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഡയറക്റ്റ് വെയിൽ വെച്ച് കൊടുക്കരുത്. വേര് പിടിച്ച് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇതിനെ വെയിലിലേക്ക് മാറ്റും. അപ്പോൾ ഒരു കെയറിങ് ഇല്ലാതെ നമ്മുടെ പൂന്തോട്ടത്തിൽ അതിമനോഹരമായിട്ട് പൂക്കൾ നിറഞ്ഞു നിൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റാണ് ഈ ടൊറേനിയ പ്ലാന്റ് എന്ന് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ഗാർഡനിങ് സംബന്ധമായിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് കാണാം.